ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് NVD ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോള്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ, ആക്സിസും ഇക്വിറ്റോറിയലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്ലിക്കേഷനും കൂടെ പറയാനുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോഴ്സ് on a charge placed in uniform electric field. എന്ന് വെച്ചാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ആ ഫോഴ്സിലൂടെ ആ ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പോസിറ്റീവ് ചാർജിന്റെ കേസാണ്. പോസിറ്റീവ് അല്ലെങ്കിൽ പ്ലസ് ക്യൂ ചാർജിന്റെ കേസാണ്. ഇപ്പൊ സപ്പോസ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിച്ചു, ഈ ഡയറക്ഷനിലാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിച്ചു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഡയറക്ഷനിലാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഞാൻ ഒരു പ്ലസ് ക്യൂ ചാർജിനെ പ്ലേസ് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന മുമ്പേ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? E is equal to F divided by Q എന്നാണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് F കണ്ടുപിടിക്കാം. F is equal to QE എന്ന് എഴുതാൻ പറ്റും. F is equal to E, Q ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ F is equal to QE എന്ന് എഴുതാൻ പറ്റും. വിച്ച് മീൻസ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ Q എന്നൊരു ചാർജ് വെച്ചാൽ ആ ചാർജിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാ? QE ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? F is equal to QE ആയിരിക്കും. ആ QE ഫോഴ്സ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് മൂവ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോ പ്ലസ് ക്യൂ ചാർജ് moves in the direction of ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇനി ഇതേ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ മൈനസ് ക്യൂ ചാർജ് ആണ് വെക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതും കൂടെ അറിയണമല്ലോ. പ്ലസ് ക്യൂ ചാർജ് വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈനസ് ക്യൂ ചാർജ് വെച്ചാൽ എന്താ സംഭവിക്കുക? അപ്പോ സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചോ. ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്, വെക്ടറാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് വെക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to QE എന്നാണ്. പക്ഷെ ഇവിടുത്തെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് QE എന്നാണ് വരിക. വിച്ച് മീൻസ് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. F is equal to മൈനസ് QE. അതിന്റെ അർത്ഥം എന്താണ്? ഈ ചാർജ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിലാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. അപ്പോ ഞാൻ ഇവിടെ എഴുതാം മൈനസ് ക്യൂ ചാർജ് moves in the opposite direction of electric field. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ആര് മൂവ് ചെയ്യുക? നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുക വിത്ത് ഫോഴ്സ് മൈനസ് QE. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും വിത്ത് ഫോഴ്സ് QE. അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിലാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക വിത്ത് ഫോഴ്സ് മൈനസ് QE. ക്ലിയർ അല്ലേ? ഈ കൺസെപ്റ്റ് നമുക്ക് അറിയണം, എന്നാലേ നമ്മൾ അടുത്ത ആ ഒരു അപ്ലിക്കേഷന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ സ്റ്റാർട്ട് വയ്ക്കാം. ടോർക്ക് ഓൺ എൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, റൊട്ടേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ടോർക്ക്. അപ്പോ ഇവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ വെച്ച് കഴിഞ്ഞാൽ ആ ഡൈപോളിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന റൊട്ടേഷണൽ ഫോഴ്സ് ആയിട്ടുള്ള ടോർക്ക് കണ്ടെത്താനാണ് ചോദിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ടാസ്ക്. അപ്പൊ നമുക്ക് നോക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിച്ചാൽ ഈ ഡയറക്ഷനിലാണ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ്.
ഈ ഡയറക്ഷനിൽ യൂണിഫോം ആണ് ഇ. സപ്പോസ് ഒരു ഡൈപോൾ ഇങ്ങനെയാണ് വെക്കുന്നത് വിചാരിച്ചു. നമ്മുടെ ഡൈപോള് ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. ഓക്കെ അല്ലേ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് വെച്ചിരിക്കുന്നത്, ഡൈപോൾ വെച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ നമ്മൾ തീറ്റ എന്ന് വിളിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെ സെഷനിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ക്യൂ ഇ ആയിരിക്കും. ആ ക്യൂ ഇ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതേപോലെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മൈനസ് ക്യൂ ഇ ഫോഴ്സ് ആയിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ സപ്പോസ് ഇവിടെ നോക്കൂ, ഈ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് അല്ലേ, അത് അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? ക്യൂ ഇ അല്ലേ, അത് ഈ ഡയറക്ഷനിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുക, ക്യൂ ഇ. ഇനി നെഗറ്റീവ് ചാർജ് നോക്കിയേ, അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ മൂവ് ചെയ്യുക വിത്ത് ഫോഴ്സ് മൈനസ് ക്യൂ ഇ. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ക്യൂ ഇ പ്ലസ് മൈനസ് ക്യൂ ഇ അല്ലെ? ക്യൂ ഇ മൈനസ് ക്യൂ ഇ എന്നും പറയാം. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ ഇലക്ട്രിക് ഡൈപോളിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഞാനിവിടെ എഴുതുക, ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ആയിരിക്കും. അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ നെറ്റ് ഫോഴ്സ് 0 ആണ്, പക്ഷെ പിന്നെ എങ്ങനെ ഇവിടെ ടോർക്ക് ഉണ്ടാവുക? അതൊരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സപ്പോസ് ഈ ഫോഴ്സ് ഞാൻ എടുക്കുകയാണ്, ഈ ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഞാൻ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഉണ്ടാവും, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. അതേപോലെ തന്നെ ഈ ഫോഴ്സിൻ ഈ ഡയറക്ഷനിലാണ്, അപ്പൊ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്താണ്? ഇങ്ങോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്? ഡൈപോളിനെ വെക്കുന്നത്. അപ്പോ ഇങ്ങോട്ടേക്കാണ് ഈ ഒരു പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഉണ്ടാവുക, ഇങ്ങോട്ടേക്കാണ് എന്ത്? മൈനസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഉണ്ടാവുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സപ്പോസ് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിച്ചോ, അപ്പോ പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ക്യൂ ഇങ്ങോട്ടും, മൈനസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഈ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ടും, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഈ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട്, ലൈൻ ഓഫ് ആക്ഷനും സെയിം ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഒന്നും സംഭവിക്കില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ്, ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ചരിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ക്യൂ ഇ എന്ന ഫോഴ്സ്, ഈ പ്ലസ് ക്യൂ ഇവിടെ ക്യൂ എന്ന ഫോഴ്സ് ഇവിടെ ഉണ്ടാവും, അത് ഇങ്ങോട്ടായിരിക്കും. മൈനസ് ക്യൂ ഇ എന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പൊ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പൊ രണ്ടും ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ ആണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ കളിക്കുമ്പോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരേ ഫോഴ്സുകൾ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല. അതാണ് ഇങ്ങനെ വെക്കുമ്പോൾ സംഭവിച്ചത്. പക്ഷെ ചരിച്ചു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആവും. ഒരേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെങ്കിലും അവിടെ എന്തുണ്ടാവും? നെറ്റ് ആയിട്ട് എന്ത് റൊട്ടേറ്റ് ചെയ്യും, ടോർക്ക് ഉണ്ടാവും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ആ പോയിന്റ് അവിടെ ഓർത്തിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും. ആ പോയിന്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. ദ ലൈൻ ഓഫ് ആക്ഷൻ of two charges are different. രണ്ടും ഡിഫറെന്റ് ആവും. സോ there will be torque acting on the dipole which rotates the dipole. അത് എന്ത് ചെയ്യും? ഡൈപോളിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു ഡൈപോള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ അറ്റ് ആൻ ആംഗിൾ തീറ്റ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റൊട്ടേറ്റഡ്. അത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു ടോർക്ക് ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ആ ടോർക്കിന്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇങ്ങോട്ട് ഈ ചാർജിന്റെ കാരണം ഇത് ഇങ്ങോട്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഈ ഡയറക്ഷനിലായിരിക്കും ഇവിടുത്തെ ടോർക്ക്, ടോ1 വിളിക്കാം. ഈ ഡയറക്ഷനിലായിരിക്കും ഇവിടുത്തെ ടോർക്ക് എന്ത്? ടോ2. അപ്പോൾ ഈ രണ്ട് ടോർക്ക് കാരണം എന്ത് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ചരിച്ചു വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ പറഞ്ഞത്? സെറ്റ് അല്ലേ?
ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ടോർക്കിന്റെ ഇക്വേഷൻ വേണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം രണ്ട് ടോർക്കാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നെറ്റ് ടോർക്ക് എന്ത് വരിക? ടോ നെറ്റ് ഈസ് ഈക്വൽ ടു ടോ വൺ പ്ലസ് ടോ ടു ആണ് അല്ലെ? ഇതും നെറ്റ് ടോർക്ക്. അപ്പോൾ ടോ വൺ ഇസ് ഈക്വൽ ടു ടോ ടു. അപ്പൊ ടോ വൺ ഇങ്ങോട്ടും ടോ ടു ഇങ്ങോട്ടും ആണ്. അപ്പൊ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആവും. അപ്പൊ ടോ ടു നെഗറ്റീവ് ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോ വൺ മൈനസ് ടോ ടു. ഓക്കെ അല്ലെ? നിങ്ങൾക്ക് അറിയാം ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം, ടോ നെറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൈനസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. രണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ടോ വൺ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് അത് ഇവിടെ എഴുതും, ക്യു ഇ ആയിരിക്കും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. അത് കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം ഡൈപോൾ ആണ്, ഇതിന്റെ സെന്റർ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് എൽ ആണ്, ഇത് എൽ ആണ്. അപ്പൊ എനിക്ക് വേണ്ടത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഇതാണ് വേണ്ടത്. അതേപോലെ ഇതും വേണം, ഇതും. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊന്ന് റിസോൾവ് ചെയ്യാം. അപ്പൊ നോക്കൂ, ഇതൊരു ആക്സ് ആക്കി എടുത്തോ. അപ്പൊ ഇതൊരു വെക്ടർ ആയിട്ട് വിചാരിച്ചൂടെ? എല്ല് ഇത് ആക്സിസ് ആണ്, ഇത് വെക്ടർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? ക്ലോസസ്റ്റ് സൈഡ് വെക്ടറിന്റെ പേര് ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ ഇത് എൽ കോസ് തീറ്റ ആയിരിക്കും. ഇത് എന്താവും? എൽ സൈൻ തീറ്റ. എൽ സൈൻ തീറ്റയിൽ ഇതും വരിക. അപ്പോൾ ഇത് എൽ കോസ് തീറ്റ നമുക്ക് വേണ്ട, ഞാൻ എഴുതുന്നില്ല. പക്ഷെ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഇത് എന്താണ്? എൽ സൈൻ തീറ്റ. അപ്പോൾ ഇത് എൽ സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതും എന്താവും? എൽ സൈൻ തീറ്റ. തെറ്റൊന്നുമില്ല. അപ്പൊ ഇത് എൽ സൈൻ തീറ്റ ആണെങ്കിൽ ഇത് എൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും സംഭവം തീറ്റ ആവുമല്ലോ. ഇതേ സെയിം സാധനം തന്നെയല്ലേ വരിക. അപ്പോൾ ഇത് എൽ കോസ് തീറ്റ ആവും, ഇതെന്താവും? എൽ സൈൻ തീറ്റ. അപ്പൊ ഇത് എൽ സൈൻ തീറ്റ ആയിരിക്കും. സിമ്പിൾ ആണ്. അപ്പൊ രണ്ടും കിട്ടി. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി, എത്രയാന്നുള്ളത്, ഫോഴ്സും കിട്ടി. അപ്പൊ കൊടുക്കാം, ടോ നെറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടുത്തെ ഫോഴ്സ് ടോ വൺ ഉണ്ടാകുന്ന ഫോഴ്സ് ക്യു ഇ, ക്യു ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അപ്പൊ എന്താണ്? എൽ സൈൻ തീറ്റ, എൽ സൈൻ തീറ്റ മൈനസ് ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? മൈനസ് ക്യു ഇ. അപ്പൊ മൈനസ് ക്യു ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്, എൽ സൈൻ തീറ്റ, എൽ സൈൻ തീറ്റ. ഓക്കെ അല്ലെ? ഈ രണ്ട് മൈനസും എന്താവും? പ്ലസ് ആവും. അപ്പോൾ ടോ നെറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ക്യു ഇ എൽ സൈൻ തീറ്റ പ്ലസ് ക്യു ഇ എൽ സൈൻ തീറ്റ എന്ന് വരും. ആ രണ്ട് പ്ലസും കൂടെ ചേർന്നിട്ട് രണ്ടെണ്ണം ഉണ്ട് അവിടെ. അപ്പൊ 2 ക്യു ഇ എൽ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ടോ നെറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യു ഇ എൽ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ടോ നെറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, 2q ഇൻറ്റു 2l ഇ സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെ? ഈ ക്യൂവിനെ ഞാൻ ഫ്രണ്ടിൽ എഴുതി, ഈ 2l ഒരുമിച്ച് എഴുതി, ഇ സൈൻ തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ q ഇൻറ്റു 2l എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഡൈപോൾ മൊമെന്റ് ആണ്, പി ആണ്. അപ്പോ എന്തായി? ടോ നെറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? പി ഇ സൈൻ തീറ്റ എന്ന് വന്നു. വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? പി സൈൻ തീറ്റ എക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോ നെറ്റ് ടോ എന്ന് എഴുതാം, വെക്ടർ ആണ്, ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഇതാണ് എന്ത്? നെറ്റ് ടോർക്ക്. എന്തിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഒരു ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. അപ്പോൾ ഇത് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും സെഷനിൽ. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത്, ടോ നെറ്റ് ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ, അല്ലെങ്കിൽ ടോ ചെയ്താലും മതി, നമ്മൾ ഡിറൈവ് ചെയ്തല്ലോ. ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഈ ടോർക്ക് മാക്സിമം മിനിമം എവിടെയാവുക? ടോർക്ക് മാക്സിമം എവിടെയാവുക? മാക്സിമം എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റന്റെ വാല്യൂ എന്താവണം? 90 ആവണം അല്ലെ? അപ്പൊ സൈൻ 90 ആണ് 1. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ 90 എന്നാവും. പി സൈൻ 90 വിച്ച് ഈസ് ഈക്വൽ ടു പി. ഇതാണ് ടോർക്കിന്റെ മാക്സിമം വാല്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഇങ്ങനെ വെക്കുക, ഇലക്ട്രിക് ഫീൽഡ് 90 ഡിഗ്രി ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ഇങ്ങനെ വെച്ചാലാണ് ഇതിന്റെ മുകളിൽ എന്തുണ്ടാവുക? മാക്സിമം ടോർക്ക് ഉണ്ടാവുക. അപ്പോൾ ടോർക്ക് മാക്സിമം ആവുന്ന എവിടെയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു മാക്സിമം ടോർക്ക് എപ്പോഴാവുക? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി മിനിമം ആവുക എപ്പോഴാ? മിനിമം തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആകുമ്പോഴാണ്. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുമ്പോൾ ഈ ആംഗിൾ എത്രയായി? 0 ആയി. അപ്പോൾ അവിടെ എന്താ വരിക?
ടോ ഈസ് ഈക്വൽ ടു പി സൈൻ സീറോ. സൈൻ സീറോ എന്താണ്? സീറോ. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? ടോർക്ക് ഉണ്ടാവില്ല. ആ നേരത്തെ പറഞ്ഞ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഇതൊന്നും സംഭവിക്കില്ല. അതെന്ത് ചെയ്യും? അതുപോലെ ഇരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റും കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക, കൃത്യമായി എഴുതിയെടുക്കുക. കാരണം ഇതും ഒരു മാർക്കിന്റെ സെഷനിലൊക്കെ ചോദിക്കാറുണ്ട്. 1-2 മാർക്കിന്റെ ഒക്കെ സെഷനിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ ഇത്രയാണ് നമ്മൾ എന്ത് ഡൈപോളുമായി ബന്ധപ്പെട്ടുള്ള അപ്ലിക്കേഷൻ. ഓക്കെ അല്ലെ? അപ്പോൾ ഇതിൽ 3 ഡെറിവേഷൻസ് ആണ് ഡൈപോളുമായി ബന്ധപ്പെട്ടുള്ളത്. 2 ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻ, ആക്സിയലും ഇക്വിറ്റോറിയൽ, പിന്നെ ഇതും ടോർക്ക്. അപ്പോൾ ഈ 3 ഡെറിവേഷൻ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തോടു കൂടെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ടാറ്റ.